ഞാനങ്ങനെ എൻ്റെ വീട്ടിലോട്ടൊന്ന് വന്നതാണ് കേട്ടോ. എൻ്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല നമ്മൾ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ അവരവരുടെ വീട്ടിലോട്ട് വരുമ്പോൾ ഇത്തിരി അഹങ്കാരം കൂടുമല്ലോ, അതുപോലെ തന്നെ എനിക്കും ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. പിന്നെ ഫുള്ള് കറക്കമാണ് കേട്ടോ. പിള്ളേരെ എല്ലാവരെയും കൂടെ വിളിച്ച് വയലിലോട്ട് അങ്ങ് നിരങ്ങാൻ ഇറങ്ങി. വയലിറങ്ങി ചെന്നപ്പോഴോ അവിടെ ഒരു എലിയും ഇല്ല പുലിയും ഇല്ല. ഒരു മാവ് നിറയെ കുറേ മാങ്ങയും കണ്ടു. അത് കണ്ട് സന്തോഷിച്ച് തിരിച്ചു പോരാ. അങ്ങനെ നോക്കിയപ്പോൾ അതാ കുറേ പൂക്കൾ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പൂക്കളും കണ്ട് അതിൽ കുറേ പിച്ചിയെടുത്ത് ആഹാ എന്ത് ഭംഗി കാണാനില്ലേ, സൂര്യകാന്തി എന്ന് പറയാം. അതുപോലത്തെ ഒരു പൂ. പിന്നെ കാടിനുള്ളിലെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. അവിടെ എഴയുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതുമായ കുറേ പക്ഷികളും പാമ്പും ചേരയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കരുത്. ഈ പറയുന്നതൊന്നുമില്ല കേട്ടോ. പക്ഷേ പാമ്പും ചേരയും അവിടെ ഉറപ്പായിട്ടുണ്ട്. ആ ഒരു ചെക്കനെ കണ്ടോ, ആ മരം കയറുന്ന ചെക്കൻ, അതെൻ്റെ പുത്രനാണ് കേട്ടോ. ആ കാടിനുള്ളിലോട്ട് കയറി അറിയാതെ പോയതാണ്. പോയപ്പോഴത്തേക്ക് എന്തോ ഒന്ന് എഴഞ്ഞു വന്ന് ഞങ്ങൾ ഓട്ടം എവിടെ എത്തി, എൻ്റെ വീട്ടിലെത്തി. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒരു പൂച്ച ദാണ്ട കള്ളനോട്ടം നോക്കിയിരിക്കുന്നു. എലിയെ പിടിക്കാനാണോ പുലിയെ പിടിക്കാനാണോ. എന്തായാലും അവൻ ചാടി മുകളിൽ കയറി. മിട്ടുവാണെങ്കിൽ ഇരുന്ന് കൊതുവിനെ കുത്തുന്നു, കൊതു അവനെ